കാട പൊരിച്ചേക്കുള്ള കാട പൊരിച്ച് മസാലാക്കണേ. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, 10 കിലോ ഉള്ളി, 4 കിലോ തക്കാളി, 300 ഗ്രാം ഇഞ്ചി, 300 ഗ്രാം വെളുത്തുള്ളി, പിന്നെ ടൊമാറ്റോ സോസ്, 1 kg ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഇതൊക്കെ ചെയ്തിട്ട് മസാല ആക്കിയാണത്. ഓക്കെ, ഇത് ചപ്പിട്ട് കാട തിട്ട കാട ഫ്രൈ റെഡിയായി. അത് കാട പൊരിച്ചാണ് ആയിരിക്കണത്. ഓക്കെ, കാട ആയിട്ട് കാടാകുമ്പോൾ ഓക്കെ. അപ്പോൾ കാട ഫ്രൈക്കുള്ള മസാല റെഡിയായി. ഇതിലേക്ക് നമ്മൾ കാട പൊരിച്ച കാട കേട്ടോ. ആ കാര്യം ഇതെന്താണ്? എന്താണ് കാര്യം? കാടല്ലേ? ഓക്കെ, നമുക്ക് കാട ഫ്രൈ ഒന്നുള്ളു ചപ്പ് തിന്നിട്ട് ആ കാര്യം ഒന്ന് ചപ്പ് കത്തിക്കിട്ട് വലിയ കാട പൊരിച്ചിട്ടുള്ള ഫ്രൈ ആട്ടോ. ഇത് ഉള്ളിയും തക്കാളി നല്ല ഫ്രൈ ആക്കണം. പിന്നെ സോസ്, ചില്ലി സോസ്, സോയാബീൻ സോസ്, ചപ്പ് ഒക്കെ മസാല ഉഷാറായി മസാല ആക്കിയ ശേഷം കാടയ്ക്ക് കണ്ടു കൊടുക്കാം. ഓക്കെ, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും കൂടുതൽ ഇതായി പോകുന്ന സാധനമാണ്. ഓക്കെ, ഏറ്റവും ബെറ്ററായിട്ട് പോകുന്ന സാധനം. ഓക്കെ, ഇതൊക്കെ റെഡി ആയില്ലേ? ഒന്നുമില്ല, റെഡി. അതില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സാധനം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബീഫും കൂടി റെഡി ആവാണ്ട്, ബീഫും ചായയും റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ സാധനം ഏകദേശം റെഡിയായി. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കന്, പിന്നെ കാട ഫ്രൈ, ആട് കുറുമ, ബീഫ് വരട്ടിയത്, പച്ചക്കറി, അതിലേക്ക് ചായ, ഈ 4 ഐറ്റം നമ്മളെ ഇന്നത്തെ നിൽക്കാനുള്ള പരിപാടി. അപ്പോൾ അതുകൊണ്ട് ബീഫും റെഡിയായി നമ്മളെ പരിപാടിയൊക്കെ ഉസാറായി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ.